ഹലോ, വെൽക്കം ടു റീഷ് ഡയറി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് രാവിലെ 5:15 എഴുന്നേറ്റ് രാവിലെ തന്നെ ഷിജുവേട്ടന് പോകണം. അപ്പോൾ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ഒരേ സമയം സന്തോഷവും സങ്കടവും ഒക്കെ തോന്നിപ്പോയ നിമിഷമാണ്. സന്തോഷം എന്തിനാന്ന് വെച്ചാൽ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടിക്കോളും. പിന്നെ സങ്കടം എന്തിനാന്ന് വെച്ചാൽ കുറച്ചങ്ങോട്ട് മറിഞ്ഞു പോയില്ലേ. അപ്പോൾ താഴെ വീണത് എടുക്കാൻ പറ്റില്ല, പല്ലിയോ പാറ്റോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ. അതുകൊണ്ട് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചു. അതിനുശേഷം അടിച്ചൊക്കെ അടിച്ച് വാരിയതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ കയറിയത്. കുളിച്ച് കഴിഞ്ഞിട്ട് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നാമത് ഇപ്പോൾ ചൂടാണ്, വേർത്ത പിന്നെയും ഒരു പരുവത്തിലാവും. അതുകൊണ്ട് അടിച്ചു വാരിയതിന് ശേഷമാണ് ഞാനിപ്പോൾ കുളിക്കാറുള്ളത്. ഇവർ സ്വാമിയായതിന് ശേഷം വിളക്ക് വെക്കുന്ന കാര്യം മോളോ അല്ലെങ്കിൽ ഷിജുവേട്ടനോ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുളിച്ച് നേരെ അടുക്കളയിലോട്ട് കയറിയാൽ മതി. ഞാൻ കുളിച്ച് വരുമ്പോഴത്തേക്കും മോള് വിളക്ക് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് അവിടെ നിന്നതാണ്. നോക്കുമ്പോൾ മോൾക്ക് തിരിയിട്ടിട്ടൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തു. അവൾ ആ സമയം കൊണ്ട് കർപ്പൂരം കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി. എന്നിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കി. ഷിജേട്ടന് 7 മണിയാകുമ്പോൾ പോകണം. അപ്പോഴത്തേക്കും വേഗം ഞാൻ ഇഡ്ഡലിയും ചട്നിയൊക്കെ ആക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇഡ്ഡലി സാമ്പാർ ചട്നി ആക്കാമെന്നാണ് തലേന്ന് വിചാരിച്ചത്. അപ്പോൾ മോള് പറഞ്ഞു സാമ്പാർ വേണ്ട, ചുവന്ന ചട്നി മതിയെന്ന്. അപ്പോൾ ചുവന്ന ചട്നി ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് വെള്ള ചട്നി ഉണ്ടാക്കി. എനിക്ക് വെള്ള ചട്നിയാണ് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ രണ്ടും ഉണ്ടാക്കാമെന്ന് വെച്ചു. സാധാരണയായിട്ട് ഇങ്ങനെ രണ്ടുമൊന്നും ഉണ്ടാക്കാറില്ല, പക്ഷേ ഇന്നെന്തോ അങ്ങനെ തോന്നി. അപ്പോൾ മാവ് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി തയ്യാറാക്കുന്നതായിട്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് പുരട്ടിയിട്ടാണ് ഇഡ്ഡലി മാവ് ഒഴിക്കുന്നത്. അപ്പോഴേക്കും ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം തിളച്ചിട്ടുണ്ട്. വേഗം തന്നെ ഇഡ്ഡലി തട്ട് അതിലേക്ക് വെച്ചിട്ട് മൂടി അടച്ചു വെച്ചു. ഇനി നമ്മുടെ ചട്നിയുടെ ഭാഗമാണ് നോക്കേണ്ടത്. പെട്ടെന്ന് തന്നെ തേങ്ങ പൊട്ടിക്കാൻ നോക്കി. തേങ്ങ പൊട്ടിക്കുന്ന ഒച്ച കേട്ടപ്പോൾ തന്നെ എൻ്റെ മോള് ഓടി വന്നിട്ടുണ്ടായിരുന്നു തേങ്ങ വെള്ളത്തിന്. അപ്പോൾ ഇപ്പോൾ അതൊരു സ്ഥിരം പരിപാടിയാണ്. ആദ്യം അവൾക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഈ തേങ്ങ വെള്ളമൊന്നും. എന്നിട്ട് വേഗം ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള തേങ്ങ ചിരവിയെടുത്തു. ഈ ജനൽ തുറന്നിട്ടിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ പോലെയാണ്. ഇപ്പോൾ പൊതുവേ ചൂട് കൂടിയതുകൊണ്ട് തന്നെ എക്സോസ്റ്റർ ഫാനും ഈ ജനൽ തുറന്നിട്ടും ഒക്കെയാണ് ചൂടിനെ അകറ്റുന്നത്. അപ്പോൾ ഫാന് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത സമയത്ത് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രതിവിധിയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി തയ്യാറായിട്ടുണ്ട്. പ്ലേറ്റിൽ പച്ചവെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിലേക്കാണ് ഞാനിത് ഇറക്കി വെക്കാറ്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടുകയും ചെയ്യും. ആ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സമയം നോക്കുന്നുണ്ട് ഏട്ടന് പോകാനായോ എന്നുള്ളത്. എത്ര നേരത്തെ എഴുന്നേറ്റാലും ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ നമുക്ക് പണി ഒന്നും നീങ്ങാത്തത് പോലെ തോന്നും. പക്ഷേ ഇന്നങ്ങനെയൊന്നുമല്ല. ഇതിനിടയിൽ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സാധാരണ ഞാൻ അടുക്കളയിൽ കയറിയാൽ ആദ്യമായിട്ട് ചെയ്യുന്നത് ചായക്ക് വെള്ളം വെക്കുന്നതാണ്. പക്ഷേ ഇന്ന് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം എന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെ ചായ പിന്നീടാണ് വെച്ചത്. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണ് പറയുക, പൂ പോലെ എന്ന് പറയില്ലേ, അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കഴിക്കാനും അത്രയും ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിനിടയിൽ കൂടെ ഏട്ടന് വേണ്ട ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ചട്നിയൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി മോളുടെ ഊഴമാണ്. ഞാൻ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും ആൾ ഓടിയെത്തും, അമ്മയെ ഞാൻ സഹായിക്കട്ടെ, ഞാൻ അത് ചെയ്യട്ടെ, ഞാൻ ഇത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് അവൾ എൻ്റെ കൂടെ ഇതുപോലെ ചെയ്ത് വരുന്നുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ അവളെ കൊണ്ടാവുന്നത് പോലെ പാത്രത്തിലോട്ട് ഒഴിച്ചു തന്നിട്ട് ആൾ പോയി. ഇനി എന്തെങ്കിലും മുറിച്ചിടാനുള്ള കാത്തിരിപ്പിലാണ് ആളുള്ളത്. അതിനിടയ്ക്ക് ചായയൊക്കെ ആയിട്ടുണ്ട്. ഏട്ടന് ചായയും കൊടുത്തു. അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ തക്കാളി ചട്നി ഉണ്ടാക്കാൻ, ചുവന്ന ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ വഴറ്റിയെടുത്ത് തേങ്ങയും ചേർത്തിട്ട് അതവിടെ തണിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഏട്ടൻ പോവാറായി. എന്നോട് പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഏട്ടൻ പോയിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാനും പുറത്തോട്ട് ഇറങ്ങുന്നതാണ്.
അപ്പോൾ ഇതൊരു ശീലമാണ്. പണ്ട് നമ്മൾ ചെറുപ്പത്തിലേ ഉള്ള ഒരു ശീലമാണ്. അച്ഛനോ ഒക്കെ പുറത്തോട്ട് പോകുന്നേരം അതൊന്ന് പുറത്ത് പോയി നിന്ന് അവരോട് ടാറ്റയൊക്കെ പറഞ്ഞ് യാത്ര അയക്കുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും. കഴിവതും ഞാൻ പോകാൻ ശ്രമിക്കാറുണ്ട്. പണിത്തിരക്കാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഓക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറാണ് പതിവ്. ഏട്ടൻ പോയപാട് തന്നെ ഞാൻ ചട്നി അരച്ചെടുത്തിരുന്നു കേട്ടോ. അത് വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ അപ്പോൾ തന്നെ കുറച്ചധികം തേങ്ങ ചിരവിയിരുന്നു കറിക്ക് വേണ്ടിയിട്ട്. സ്വാമിമാരുള്ളത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും പച്ചക്കറിയാണല്ലോ. ഈ പച്ചക്കറി വെക്കുമ്പോൾ എപ്പോഴും ഒരു ഡൗട്ടാണ്, എന്താണ് വെക്കുക, ഇത് വെച്ചാൽ ഇഷ്ടമാവോ, അല്ലെങ്കിൽ എല്ലാ കറികളൊന്നും ഏട്ടന് ഇഷ്ടമാവില്ല. അപ്പോൾ രാത്രിയിൽ ആ കറിക്ക് ചേർന്ന എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ ഉച്ചക്കൊന്നും ഏട്ടൻ ഉണ്ടാവില്ല, ഞാനും അച്ഛനും മോളും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മോൾക്ക് എന്തായാലും പുതിയൊരു സാധനം തന്നെ വേണമല്ലോ, തലേന്നത്തെ ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു കറി വെക്കും. പിന്നെ രാത്രിയിൽ അതൊരു പണിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് വെണ്ടക്ക കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. കുറച്ച് വെണ്ടക്ക ഉണ്ടായിരുന്നു. പച്ചക്കറികളൊക്കെ ഏകദേശം വാങ്ങാറായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെണ്ടക്ക ബാക്കി വന്നതാണ്, അത് മുറിച്ചിട്ടു. വെണ്ടക്ക കറിയൊന്നും ഏട്ടന് തീരെ ഇഷ്ടമല്ല. രാത്രിയിൽ ഞാൻ വേറെ എന്തെങ്കിലും തട്ടിക്കൂട്ട് കറിയോ ഒക്കെ ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വെണ്ടയ്ക്കയും പച്ചമുളകൊക്കെ മുറിച്ചിട്ടു. അതിലേക്ക് കറിവേപ്പില, പിന്നെ ഉപ്പ്, മഞ്ഞൾ, മുളക് ഒക്കെ ഇട്ടു. അപ്പോൾ ഇതൊക്കെ ഇട്ട് വേവിച്ച് അരവ് കൂട്ടിയപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. തക്കാളിയും ഉള്ളിയും ഇട്ടില്ല. സാധാരണ വെണ്ടക്കയുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഈ തക്കാളിയും ഉള്ളിയൊക്കെയാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, ഞാനിങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നു, ചിന്ത എങ്ങോട്ടോ പോയി. അപ്പോൾ അതിടാൻ അങ്ങ് മറന്നുപോയി. ഇപ്പോഴൊന്നും എനിക്കും ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ വെണ്ടക്ക അടുപ്പത്ത് വെച്ചു. അതിനുശേഷം വേഗം പോയിട്ട് ക്യാരറ്റ് വറവാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ക്യാരറ്റ് മുറിച്ചിടുവാണ്. അതിനിടക്ക് വെണ്ടക്ക വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരവ് കൂട്ടി. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, അയ്യോ ഇതിൽ എന്തൊക്കെയോ ഒരു കുറവുണ്ടല്ലോ എന്ന്. അങ്ങനെ തക്കാളിയും ഉള്ളിയും വേറെ തന്നെ വഴറ്റിയിട്ട് അതിലിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിന് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ എന്നിട്ട് ബാക്കി ക്യാരറ്റ് മുറിച്ചിടുവാണ്. ഞാൻ പകുതി മുറിച്ച് ഒക്കെ റെഡിയാക്കുമ്പോഴേക്കും എൻ്റെ മോള് വന്നു, ബാക്കി ഞാൻ മുറിച്ചോളാം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവളുടെ ഇഷ്ടമല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ അതിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇപ്പോഴേ ഇതുപോലെ മുറിക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാനും ഒക്കെ നോക്കുന്നത് തന്നെ നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അപ്പോഴത്തേക്കും ഉള്ളിയും തക്കാളിയൊക്കെ വഴന്നിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുത്തു. അപ്പോൾ തേങ്ങ അരക്കുമ്പോൾ ഇത്തിരി പുളി ചേർത്തിരുന്നു ഞാൻ. എനിക്ക് മോരോ അല്ലെങ്കിൽ തൈരോ അതുപോലുള്ള പുളിയുള്ള സാധനങ്ങളൊന്നും പറ്റുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ പുളി അത്ര വലിയ പ്രശ്നം കാണുന്നില്ല. അത് ചേർത്തിട്ടാണ് അരച്ചത്. വെണ്ടക്ക കറിയിൽ മോരൊഴിച്ചിട്ട് വെക്കുന്നതും നല്ല ടേസ്റ്റാണ്. ഇതിലും ടേസ്റ്റ് ആ മോരൊഴിച്ച് വെക്കുമ്പോഴാണ്. അങ്ങനെ കറിക്ക് വറവിട്ടു. ആ ചട്ടിയിൽ തന്നെ ഞാൻ ക്യാരറ്റ് വറക്കാൻ വേണ്ടിയിട്ട് വെക്കുവാണ്. ഓരോ പണികളായിട്ട് പെട്ടെന്ന് തീർക്കുമ്പോഴാണ് നമുക്ക് അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് ഒഴിവാകാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഈ ചൂടത്ത് നമ്മൾ ശരിക്കും വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോകും. ഈ കറികളൊക്കെ ഏകദേശം സെറ്റായി കഴിഞ്ഞാൽ വേഗം അടുത്ത പരിപാടിയാണ് ക്ലീനിങ്. അപ്പോൾ ചോറ് ഞാൻ ഇപ്പോൾ വെച്ചിട്ടില്ല, അടുക്കളയിലെ തിരക്ക് കഴിഞ്ഞിട്ട് അത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോളെയും കൊണ്ട് എനിക്ക് ക്ലാസ്സിന് പോകാനുള്ളതാണ്. അവളെ കരാട്ടയ്ക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പണികളൊക്കെ തീർത്താൽ മാത്രമേ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കറിയും അടുക്കളയിലെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് വർക്ക് ഏരിയയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് പാത്രങ്ങളുണ്ട് സിങ്കിൽ കിടക്കുന്നത്, അത് വർക്ക് ഏരിയയിൽ കൊണ്ടുപോയിട്ട് ഇനി കഴുകണം. അപ്പോൾ തേങ്ങയും പിന്നെ അതുപോലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുവാണ്. ഇല്ലെങ്കിൽ വരുമ്പോഴേക്കും ഉറുമ്പൊക്കെ വന്നിട്ട് നാശാക്കി കളയും. ഈ മേശ എത്ര തുടച്ചാലും എനിക്ക് തൃപ്തി വരാത്തതുപോലെയാണ്. എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും എന്നെ വഴക്ക് പറയാനേ നേരം ഉണ്ടാവുള്ളൂ ഈ മേശ തുടക്കുന്ന കണ്ടിട്ട്. തുടച്ച് തന്നെ പിന്നെയും തുടച്ച് കൈയും മേശയും എല്ലാം തഴഞ്ഞു പോകുന്നതാണ് പറയുക. എന്നാലും ആ വെള്ളം കിടക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു അതൃപ്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം തുടച്ച് മിനുക്കി വെച്ചിട്ടാണ് ഞാൻ പോവാറുള്ളത്. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ വറവായിട്ടുണ്ട്. അതിന് തേങ്ങയൊക്കെ ചേർത്ത് അതും മാറ്റി വെച്ച് സ്റ്റൗവും കൂടി തുടച്ചിട്ട് എല്ലാം ഒന്ന്
സെറ്റാക്കി വെച്ചു. ഇപ്പോൾ അടുക്കളയിൽ ഉള്ള സമയത്ത് മാത്രമേ ഞാൻ ജനൽ തുറന്നിടാറുള്ളൂ. അപ്പോൾ അടുക്കളയിൽ നിന്ന് മാറുന്ന സമയത്ത് ഞാൻ അപ്പോൾ തന്നെ ആ ജനൽ അടച്ചിടും. എന്നിട്ട് വർക്ക് ഏരിയയിലോട്ട് വന്ന് അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചു. അരി അച്ഛൻ ഇട്ടോളാന്നുള്ള പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പണി കുറച്ച് കുറഞ്ഞ് കിട്ടി. എന്നിട്ട് വേഗം പോയിട്ട് റെഡിയായി മോളെയും കൂട്ടി നടന്ന് പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ഞങ്ങൾക്ക്. എന്നിട്ട് ബസ്സിൽ കയറിയിട്ട് വേണം ചക്കരക്കല്ല് പോവാൻ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയാകുമ്പോഴാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. എന്നിട്ട് പിന്നെ റെസ്റ്റാണ്. ആ വെയിലും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിയില്ല. പിന്നെ ചോറ് തിന്ന് വീണ്ടും കുറച്ച് സമയം ഒന്ന് കിടക്കും. എന്നിട്ടാണ് മുറ്റത്തോട്ടൊന്ന് ഇറങ്ങിയത്. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഷിജേട്ടൻ അന്നേ കൊണ്ടുതന്നതാണ് ചെടി നടാൻ വേണ്ടിയിട്ടുള്ള കൊക്കോപീറ്റാണ്. അതായത് നമ്മുടെ ചേരിപ്പൊടിയില്ലേ, അതിൻ്റെ കംപ്രസ് ചെയ്ത ഒരു ബ്രിക്കാണത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കൊക്കോപീറ്റ് പൊട്ടിച്ചെടുത്തിട്ട് വെള്ളത്തിൽ മുക്കി വെക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ മണ്ണിര കമ്പോസ്റ്റും എല്ലുപൊടിയും പിന്നെ കടലപ്പിണ്ണാക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഞങ്ങൾ ഈ പൊടിയായിട്ടുള്ള ചേരിപ്പൊടിയാണ് വാങ്ങാറുള്ളത്. ഇതാദ്യമായിട്ട് വാങ്ങുന്നതാണ്. അപ്പോൾ പൊട്ടിച്ച് നോക്കുമ്പോൾ ഭയങ്കര പൊടിയുണ്ടായിരുന്നു. പൊടി എനിക്ക് തീരെ പറ്റുന്നില്ല. പക്ഷേ പൊടി പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് ഒന്നും ചെയ്യാണ്ടും ഇരിക്കാറില്ല. ആവശ്യത്തിന് പൊട്ടിച്ചെടുത്തിട്ട് ഒരു ബക്കറ്റിലോട്ട് മാറ്റുവാണ്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് അത് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്ന് കുതിർത്ത് വെക്കണം. ഇതാ നോക്കിയേ, ഭയങ്കര പൊടിയാണത്. നമ്മുടെ മൂക്കിലോട്ട് കയറുമ്പോൾ തന്നെ തുമ്മലും ഒക്കെ വരും. ഇപ്പോഴെന്തിനാ ഇതൊക്കെ എടുത്തേന്നല്ലേ വിചാരിക്കുന്നുണ്ടാവുക. ഇന്ന് കുറച്ച് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അന്ന് ഇന്ത്യവരത്തിൽ വരുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ വന്നതിന് ശേഷവും ഒക്കെ ആയിട്ട് നട്ടുവെച്ച ചെടികളാണ്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ മുമ്പേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ ഞാൻ ചെടി നടുന്ന സമയത്ത് ഇതുപോലുള്ള ഓരോ സാധനങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പൂഴിയും പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ ചേർത്തിട്ടാണ് ചെടികൾ നട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചെടികൾക്ക് വേരോട്ടം വളരെ കുറവായിരുന്നു. ചില ചെടികൾ നന്നാവും, ചിലത് അതുപോലെ തന്നെ മുരടിച്ച് നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. ഇന്ത്യവരത്തിൽ വന്നതിന് ശേഷമാണ് ഇതുപോലെ ചെടികൾക്ക് കുറേ വളങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ നടാൻ തുടങ്ങിയത്. ചകിരിപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും പിന്നെ അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഷിജേട്ടൻ കൊണ്ടു തന്നു. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ചെടികൾക്ക് നല്ല മാറ്റവും വരാൻ തുടങ്ങി. ഞാനൊരിക്കൽ ഇന്ത്യവരത്തിൽ വന്നപ്പോഴുള്ള എൻ്റെ ചെടികളും ഇപ്പോഴുള്ള എൻ്റെ ചെടികളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ വീഡിയോ എൻ്റെ പഴയ ഫോണിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ഇതിൽ പല ചെടികളുടെ പേരും എനിക്ക് പറയുമ്പോൾ മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ, പിന്നെ ഞാനതങ്ങ് വിട്ടുപോകും. ഇതുപോലുള്ള വെറൈറ്റി കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ റീപോർട്ടിങ് ചെയ്യണം. ഞങ്ങളുടെ ഈ പറമ്പത്ത് മണ്ണ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. കാരണം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്ല് കൂടുതലുള്ള സ്ഥലമാണ് ഞങ്ങളുടേത്. അപ്പോൾ ഒരിക്കൽ കിളക്കുമ്പോൾ തന്നെ അതിൽ കൂടുതലും കല്ലാണ് കിട്ടുക. അപ്പോൾ ഈ ചട്ടിയിലുള്ള മണ്ണ് തന്നെ എടുത്തിട്ടാണ് ഞാൻ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത്. പറമ്പത്തൊക്കെ മണ്ണിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂട എടുക്കുന്നുണ്ട്, വിറകൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള കൂട. അപ്പോൾ അതിൻ്റെ തറയിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടും മണ്ണ് ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണ് ഇറക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 2 ദിവസം മുമ്പ് നമ്മൾ മണ്ണൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇനി അതൊക്കെ പറമ്പത്തോട്ട് ഇട്ട് ഒന്ന് ലെവലാക്കി എടുക്കണം. അതിൽ നിന്ന് തന്നെ നമുക്കിനി ചെടിക്ക് വേണ്ട മണ്ണും കൂടി എടുക്കാം. അത്യാവശ്യം വേണ്ട മണ്ണ് ഈ മതിലിൻ്റെ സൈഡിൽ നിന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രശ്നം അങ്ങ് സോൾവ് ആയിട്ടുണ്ട്. ഈ ചെടിയുടെ പേര് എന്താണെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയും ചെടികളാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം മണ്ണ് കുറച്ച് ബാക്കി ഉണ്ടായതുകൊണ്ട് നമ്മുടെ ജറബറ ചെടിയില്ലേ, അതും പിന്നെ കുറച്ച് കോളീസിൻ്റെ 2 എണ്ണം ഉണ്ടായിരുന്നു, അതുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഒന്ന് നനച്ചു കൊടുത്തു. ബാക്കി ചെടികൾക്കും കൂടി അങ്ങനെ നനച്ചു കൊടുത്ത് ഇന്നത്തെ വൈകുന്നേരത്തെ പണി അങ്ങ് തീർന്നു. ഇന്ന് ഞാൻ മുറ്റം അടിച്ചില്ല. ഈ പണിയുള്ളത് കൊണ്ട് തന്നെ മുറ്റം അടിക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.